ആദ്യം തന്നെ ആത്മാർത്ഥമായിട്ടൊരു കാര്യം പറയട്ടെ, ഞാൻ വീഡിയോ എടുക്കാനുള്ള ഒരു മൂഡിലല്ല. കാരണം മുംബൈ കളി തോറ്റത് കൊണ്ട് തന്നെ മനസ്സ് വല്ലാണ്ട് തകർന്നിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. മുംബൈ തോറ്റത് കൊണ്ടല്ല, ഇന്റന്റ് എന്നുള്ളൊരു സംഭവം കാണിക്കുന്നില്ല. 240 പോലും റൺസ് ചേസ് ചെയ്യുമ്പോൾ കാണിക്കുന്ന ഇന്റന്റ് ആണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. 12 റൺസ് വെച്ച് ഒരു ഓവറിൽ എടുക്കേണ്ട സിറ്റുവേഷൻ, അല്ലെ 13 റൺസ് വെച്ച് 20 ഓവറിൽ എടുക്കേണ്ട സിറ്റുവേഷനിൽ സിംഗിൾസ് കൊണ്ട് സാറ്റിസ്ഫൈഡ് ആകുന്ന ബാറ്റർമാരുടെ മെന്റാലിറ്റി എനിക്ക് മനസ്സിലാകുന്നതേ ഇല്ല. അത് രോഹിത് ശർമ്മ ആയിക്കോട്ടെ, റിക്കൾട്ടൺ ആയിക്കോട്ടെ, സൂര്യകുമാർ ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, ഇങ്ങനല്ല വേണ്ടത്. ഏറ്റവും വിഷമകരമായിട്ടുള്ള കാര്യം എന്താണെന്നറിയോ? 18 റൺസിനാണ് തോറ്റത്. അവസാനമൊക്കെ ജയം എത്തിപ്പിടിക്കാൻ കഴിയില്ലെന്നറിയാം, അത്രയും ദൂരത്താണ് ജയം. പക്ഷെ എന്നിട്ടും റുദർഫോർഡ് അവസാനം അടിച്ച് കയറ്റിയിട്ട് 18 റൺസിനാണ്. ഒരാള് റുദർഫോർഡിനോട് ഉണ്ടായിരുന്നെങ്കിൽ, ഒരാള് ഒരു 200 അല്ലെങ്കിൽ 190+ സ്ട്രൈക്ക് റേറ്റിൽ ഒരാൾ കളിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ കളി എന്തായാലും എങ്ങനെ വേണേലും നമുക്ക് ജയിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതൊന്നും കാണിക്കാൻ എനിക്ക് മുംബൈയുടെ എനിക്ക് ഒന്നും പറയാനില്ല. നല്ല ദേഷ്യമാണ്, വിഷമാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ RCBയുടെ കുറെ കാര്യങ്ങളൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് പറയാനുള്ളൊരു മൂഡില്ല. പക്ഷെ ഞാൻ പറയാതിരിക്കുന്നത് ശരിയല്ല. ഞാൻ പെട്ടെന്ന് ഓടിച്ചു പറയാം. മൈൻഡ് കിട്ടുന്നില്ല വിഷമത്തില്. ഓക്കെ, RCBയുടെ ബാറ്റിങ് പവർ പ്ലേയില് ഒരു രക്ഷയില്ല. സാൾട്ടും വിരാട് കോഹ്ലിയോട് വെച്ച് കീച്ചുന്നു. ആ സമയത്ത് 5ാമത്തെ ഓവർ എറിയാവുന്ന സാറ്റ്നറിനെ 6 ബോൾ 6 സിക്സ് അടിക്കുമെന്നായിരുന്നു ഞാൻ പേടിച്ചത്. സാൾട്ട് ബാറ്റ് ചെയ്തപ്പോൾ ആദ്യത്തെ 3 ബോളും 6 അടിച്ചു. 4ാമത്തെ ബോൾ 4 ആയിരുന്നു എന്തായാലും പോയത്. അങ്ങനെ എന്തായാലും ഒരു വിധത്തില് ആ ഒരു ഓവർ കഴിഞ്ഞു കിട്ടി. അതിനുശേഷം പവർ പ്ലേയിൽ 70 റൺസാണ് RCB എടുക്കുന്നത്. ഈ പറയുന്നത് അതിന് മേലെ പ്രതീക്ഷയാണ്. പക്ഷെ എന്തോ ഭാഗത്തിന് അത്തരത്തിൽ നിന്നു എന്നുള്ളതാണ് പറയാനുള്ളത്. ഒരു 10 ഓവറായിട്ടും റൺ റേറ്റ് നല്ലപോലെ കയറുന്നുണ്ട്, പക്ഷെ വിക്കറ്റ് ഒന്നും കിട്ടുന്നില്ല. അങ്ങനെ കാത്തിരുന്ന് ഷർദുൽ ഠാക്കൂറിനെ അല്ലെങ്കിൽ എന്തൊക്കെയോ പറഞ്ഞ ഒരു പ്ലാനൊക്കെ വെച്ച് സ്ട്രാറ്റജിയൊക്കെ വെച്ചിട്ട് എറിയിപ്പിച്ചിട്ട് അങ്ങനെ സാൾട്ടിന്റെ വിക്കറ്റ് കിട്ടുന്നു. പക്ഷേ അതിനെക്കാട്ടിലും വലുതാണ് വരാനിരിക്കുന്നതെന്ന് അറിയില്ലായിരുന്നു. രജിത് പട്ടിദാർ ആദ്യത്തെ 4 ബോളിൽ 22 റൺസാണ്, 3 സിക്സും 1 4. പിന്നീട് അങ്ങോട്ട് ഞാൻ എൻ്റെ ഇടയ്ക്കൊരു കാര്യം പറഞ്ഞോട്ടെ, ഈ ഒരു സമയത്തൊക്കെയും 10-14 ഓവറൊക്കെ ആകുമ്പോഴും ഏറ്റവും കൂടുതൽ വീണ്ടും ടെൻഷൻ ഉണ്ടാകുന്നത് രജിത് പട്ടിദാർ അടിക്കുന്നോണ്ടല്ല, വിരാട് കോഹ്ലി കളിക്കുന്നോണ്ടല്ല. ഇടയ്ക്കിടയ്ക്ക് ടിം ഡേവിഡിനെ ഇങ്ങനെ കാണിക്കും അടുത്ത് ഇറങ്ങാനുള്ള ആളാന്ന് പറഞ്ഞിട്ട്. അതുകൂടെ കാണുമ്പോഴാണ് ശരിക്കും വല്ലാണ്ടാകുന്നത്. അപ്പൊ എന്തായാലും മുംബൈയുടെ ഈ ഒരു ആറ്റിറ്റ്യൂഡ് വെച്ചിട്ടാണെങ്കിൽ ജയിക്കണമെന്ന് പോലും ഞാൻ ആഗ്രഹിക്കത്തില്ല. കാരണം തോറ്റു പോകുന്നതിലല്ല, നമ്മൾ എങ്ങനെ തോക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ ശ്രമിച്ചിട്ട് തോക്കുകയാണെങ്കിൽ ഓക്കെ, ഫൈൻ, സന്തോഷമേ ഉള്ളൂ. പക്ഷെ ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. മുംബൈയുടെ ബാറ്റർമാരൊക്കെയും വളരെ വീക്കാണെന്നല്ല, മുംബൈയുടെ ബാറ്റർമാരൊക്കെ കളിക്കുന്നില്ല. ബോളർമാരൊട്ട് നല്ലപോലെ പന്തെറിയുന്നുമില്ല, അറിയില്ല. എന്തായാലും RCB ടീമിനും ഫാൻസിനും ഒക്കെ കൺഗ്രാജുലേഷൻസ്.